ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ സ്റ്റേറ്റുകളിലൊന്നാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. കേവലം 32 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യ മാത്രമേ അവിടെ ഉള്ളൂ. നമ്മുടെ പല ജില്ലകളിൽ തന്നെ 45 ലക്ഷത്തോളമൊക്കെ ജനസംഖ്യ ഉണ്ട് എന്നുള്ളത് കേരളത്തിലിരുന്നത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. അത്രമാത്രം ചെറിയൊരു സ്റ്റേറ്റാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. പക്ഷേ മണിപ്പൂർ നിന്ന് കത്താൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 18 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ തന്നെ അതായത് 2023 മെയ് എൻഡോടുകൂടിയും ജൂണിലുമൊക്കെ തന്നെ മണിപ്പൂരിനെ കുറിച്ചും അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി അപഗ്രഥിച്ചുകൊണ്ട് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 2 സമൂഹങ്ങളായ ആളുകൾ മാറിയിരിക്കുകയാണ്, 2 വിഭാഗങ്ങളായി. അതൊന്ന് കുക്കികളും അതുപോലെ മെയ്തേയ്കളുമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ കുക്കികളും മെയ്തേയ്കൾക്കാണ് വലിയ രാഷ്ട്രീയ അധികാരമുള്ളത്. ബിരേൻ സിംഗ് എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി വെറും കഴിവുകെട്ടവനാണ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു പണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തേക്ക് എടുത്ത് ദൂരെ കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അദ്ദേഹം അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഞാനിത് 1 കൊല്ലം മുമ്പ് തന്നെ ഇവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞതാണ്. ആ മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഇംഫാൽ താഴ്വരയിലാണ് 40ഓളം വരുന്ന നിയമസഭാ സീറ്റുള്ളത്. ബാക്കിയുള്ള 20ഓളം സീറ്റുകൾ മാത്രമേ കുക്കികളും നാഗാസുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി വിഭജിച്ചു കൊടുത്തിട്ടുള്ളൂ. ഈ കുക്കികളിൽ തന്നെ BJP-കാരായിട്ടുള്ള ആളുകളുമുണ്ട്. ഇവർ തമ്മിൽ വലിയ സംഘട്ടനം ഉണ്ടായിരിക്കുകയാണ്. 1 കൊല്ലത്തിനകം തന്നെ, അതായത് കഴിഞ്ഞ മെയ്ക്കകം തന്നെയുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 226ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഗവൺമെൻറ് ഔദ്യോഗിക കണക്കുകൾ. 1500ഓളം പേർക്ക് പരിക്ക് പറ്റിയെന്നാണ്. 60,000-ഓളം പേർ ഈ ഇന്ത്യയിൽ ഡിസ്പ്ലേസ്ഡ് ആയി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീടും സ്ഥലവുമൊക്കെ ഉപയോഗിച്ച് മാറേണ്ടി വന്നു. അതിൽ ചില ഗോത്രവർഗത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. കാരണം കുക്കി ഗോത്രവർഗക്കാർ കുറച്ച് നാൾ ഒരു സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുകയും പിന്നീട് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നത്. ഇതിൽ 28ഓളം വരെ കാണാതായിട്ടുണ്ടെന്നാണ്. ഇതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും അവിടെ കാണാത്തത് ആളുകളുടെ നമ്പർ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. യഥാർത്ഥത്തിൽ അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാത്തൊരു സ്ഥലമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജില്ലയിൽ ഒരാളുകൾക്കാണ് ശക്തിയെങ്കിൽ അവിടേക്ക് മറ്റൊരു സംഘത്തിന് ചെന്ന് കയറാൻ പോലും കഴിയില്ല. അല്ലെങ്കിൽ ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ആളുകൾ കൊല്ലപ്പെടും. ഞാൻ തന്നെ മറ്റൊരു വീഡിയോയിൽ ചെയ്തത് അദ്ദേഹം കുക്കി ഗോത്രവിഭാഗക്കാരനാണ്. അദ്ദേഹം മെയ്തേയിൽ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ മെയ്തേയിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടുള്ള സ്വന്തം ഭാര്യയെയും മകനെയും കൂടി ഒരു ആംബുലൻസിൽ കയറ്റി അദ്ദേഹം ഒരു ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ്. അത് മെയ്തേയ്കൾക്ക് പ്രാമുഖ്യമുള്ള ഒരു ജില്ലയായതുകൊണ്ട് ഇദ്ദേഹത്തിന് പോകാൻ പേടിയായതുകൊണ്ട് ഇദ്ദേഹം പോയില്ല. പകരം അദ്ദേഹത്തിൻ്റെ മകനടക്കം കൊല്ലപ്പെട്ട് അദ്ദേഹം കരയുന്ന ദൃശ്യങ്ങളടക്കം ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അതീവ ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മണിപ്പൂരിലെ സിറ്റുവേഷൻ. അവിടെ 2 സ്ത്രീകൾ നഗ്നരായി നടക്കുന്നത് നമ്മൾ കണ്ടു. അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടം തന്നെ നഗ്നരായി നടത്തിക്കുന്നത് നമ്മൾ കണ്ടു. സ്വന്തം കാർ വാഷ് സെൻറ്ററിൽ ജോലിക്ക് നിന്ന് ഇൻഫാൽ താഴ്വരയിൽപ്പെട്ട മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ട ആളുടെ കൂട്ടത്തിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന 2 കുക്കി പെൺകുട്ടികളെ ഇദ്ദേഹം തന്നെ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു മോബിന് എറിഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന വാർത്ത നമ്മൾ കേട്ടു. ഇങ്ങനെ കണ്ണീരണിയിക്കുന്ന അതീവ ക്രൂരമായിട്ടുള്ള വാർത്തകളാണ് ഈ പറയുന്ന മണിപ്പൂരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം ഒരുങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല. കാരണം ഇത്തരത്തിൽ മെയ്തേയ് കുക്കി എന്ന് പറയുന്ന 2 വിഭാഗങ്ങളായി ചേർന്നിരുന്നു. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ മെയ്തേയ്കൾക്ക് കൂടി ഒരു ട്രൈബലായിട്ടുള്ള ST വിഭാഗത്തിലുള്ള ഒരു സംവരണം കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് പറഞ്ഞ് കോടതി വിധിയുണ്ടായതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 18 മാസം കഴിഞ്ഞിട്ടും അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് വെറും വേസ്റ്റാണ്. ആ സംസ്ഥാന ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോ അവിടെയുള്ള ഒരു കലാപം അടിച്ചമർത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ അവിടെയുള്ള MLA-മാർ, അതായത് ബിരേൻ സിംഗിൻ്റെ ഒപ്പം നിൽക്കാത്ത MLA-മാരുടെ ലിസ്റ്റ് അദ്ദേഹം പുറത്തേക്ക് കൊടുത്തു. അതിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയ്തേയ്കളുടെ സംഘടനകൾ, മെയ്തേയ് ലിപ്പൂൺ എന്ന് പറയുന്ന സംഘടനയും ആരംഭായ് തെങ്കോൾ എന്ന് പറയുന്ന സംഘടനയും, ഇത്രയും സംഘടനകളൊക്കെ തന്നെ ഇവരെ അറ്റാക്ക് ചെയ്താലോ എന്ന് പേടിച്ച് ഇവരെല്ലാവരും തന്നെ മണിപ്പൂരിന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഈ ആലുവയിൽ വന്നിട്ട് ഒരു കേന്ദ്രമന്ത്രി താമസിക്കുകയും അദ്ദേഹം ആലുവ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് അവിടെ കലാപക്കാർ കത്തിച്ച് കളഞ്ഞു. ഇപ്പോൾ MLA-മാരുടെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും ഒക്കെ വീടുകളടക്കം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിരേൻ സിംഗിനെ തന്നെ ആക്രമിക്കാനുള്ള സന്ദർഭങ്ങൾ പലതവണ അവിടെ ഒരുങ്ങിയതാണ്. പിന്നെ പോലീസ് അത് ഇടപെട്ട് തടഞ്ഞതാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ എൻ്റെ ചോദ്യം, 40 സെക്കൻഡ് മാത്രമാണ് നരേന്ദ്രമോദി ഈ ലോക്സഭയിൽ ഈ മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചത്. കഴിഞ്ഞ തവണ മണിപ്പൂരിൽ നിന്നുള്ള MP-മാരെല്ലാം തന്നെ മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കൂ, ഞങ്ങൾ നിർത്താമെന്ന് പറഞ്ഞിട്ട് ലോക്സഭയിൽ മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. 2 സ്ത്രീകളെ നഗ്നരാക്കി നടത്തിച്ച സംഭവത്തെക്കുറിച്ച് വെറും 40 സെക്കൻഡിൽ താഴെ മാത്രം അദ്ദേഹം സംസാരിക്കുകയാണ്. 4 സെക്കൻഡായിട്ടാണ് സംസാരിച്ചത്. 4 സെക്കൻഡാണോ 40 സെക്കൻഡാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. 4 സെക്കൻഡ് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്.
നിങ്ങളൊന്ന് ആലോചിക്കണം, ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് നമ്മൾ. അതായത് അമേരിക്കയും ചൈനയും റഷ്യയും കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള 4ാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി. നമ്മുടെ സൈനിക ശക്തിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് അടിച്ചമർത്താൻ കഴിയാത്തത്? അവിടെ നിന്ന് റിട്ടയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു IPS ഓഫീസർ പറഞ്ഞു, ഒരു ഗവൺമെൻറ് സ്പോൺസർ ചെയ്യാതെ, രാഷ്ട്രീയക്കാർ വിചാരിക്കാതെ ഒരു കലാപവും 24 മണിക്കൂർ വിട്ട് പോവില്ല എന്നുള്ളതാണ്. ഒരൊറ്റ കൊല്ലം കൊണ്ട് അവിടെ മരിച്ചു വീണവർ 226 പേരാണ്. 60,000 പേരാണ് അവിടെ ഡിസ്പ്ലേസ്ഡായി അവരുടെ വീട് ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരൊറ്റ കൊല്ലത്തെ കണക്കാണ്. ഇപ്പോൾ വീണ്ടും 18 മാസം കഴിയുമ്പോൾ അവിടുത്തെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പോലും പുറത്തേക്ക് വരുന്നില്ല. അവിടുത്തെ കലാപത്തെ അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ അങ്ങേയറ്റം വലിയ അക്രമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് നരേന്ദ്രമോദിയും സംഘപരിവാരും കൂട്ടരുമൊക്കെ പറയുന്നത്, ഞങ്ങൾ വേണമെങ്കിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുമെന്ന്. നല്ല കാര്യം, ഇടപെട്ടോട്ടെ. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തെ ഞങ്ങൾക്ക് വേണമെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ കഴിയും, അവരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന്. ഇതൊക്കെ സംഭവിക്കട്ടെ, നല്ല കാര്യം തന്നെയാണ്. ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല, അതിനെ പരിഹസിക്കുന്നുമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ വളരെ ചെറിയ ഒരു 32 ലക്ഷത്തോളം പേർ താമസിക്കുന്ന ഒരു സംസ്ഥാനത്തെ വലിയ തോതിൽ നടക്കുന്ന ആക്രമണത്തെ, അരാജകത്വത്തെ നിങ്ങൾക്ക് അടിച്ചമർത്താൻ കഴിയാത്തത് എന്താണ്? ഒരു തവണ അവിടെ നിന്ന് 4500ഓളം വരുന്ന ഗവൺമെൻറ്റിൻ്റെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ ഈ കലാപകാരികൾ എടുത്തുകൊണ്ടുപോയി. എടുത്തുകൊണ്ടുപോയതിന് ശേഷം ഉടനെ തന്നെ ഇവർ ഗവൺമെൻറ് പറഞ്ഞൊരു മറുപടിയുണ്ട്, 1500 തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. ഇത് മെയ്തേ വിഭാഗത്തിലുള്ള ആളുകളാണ്, ഗവൺമെൻറ് കൊടുത്തതാണ് എന്ന് പറയുന്ന ആരോപണമുണ്ട്. കാരണം ബിരേൻ സിംഗ് തന്നെ മെയ്തേക്കാരുടെ ഒപ്പം നിൽക്കുകയാണ്. കുക്കികളെ അവർ കറുപ്പ് കൃഷി ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞ് അപമാനിക്കുകയാണ്. ഇത് അവരെ അപമാനിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുക. ഞാനിതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് ചർച്ച ചെയ്യാൻ ഞാനിതിനെക്കുറിച്ച് നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചില തമ്പുകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് മോദി ഗവൺമെൻറ് എക്കാലത്തെയും ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്ന വലിയ പരാജയമായിരിക്കും ഈ മണിപ്പൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് നടപടിയെടുക്കാൻ RSSകാരടക്കം സർസംഘചാലകടക്കം കഴിഞ്ഞ തവണ മോദി ഗവൺമെൻറ്റിനോട് രണ്ടാമത് അധികാരത്തിലേറ്റപ്പോൾ പറഞ്ഞത് മണിപ്പൂർ എത്രയും പെട്ടെന്ന് ശാന്തമാക്കണം എന്നാണ്. എന്നിട്ട് പോലും ഗവൺമെൻറ് അത് ശ്രമിക്കാത്ത എന്താണ്? കുക്കികളെല്ലാം ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരുടെ ഒരു വോട്ട് ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഭരിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ബിരേൻ സിംഗ് അടക്കമുള്ള ആളുകൾ ഈ തന്ത്രം എടുക്കുന്നത്. കുക്കികളുടെ അകത്തുള്ള ഏതാണ്ട് 8-10 MLA-മാരടക്കം BJP-കാരുടെ അടുത്തുണ്ട്. അവർ പോലും നേരത്തെ വന്ന് നമ്മുടെ കരൺ താപ്പർ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ദ വയറിൽ, ഞങ്ങൾക്ക് ഈ ബിരേൻ സിംഗിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. പക്ഷേ BJP ഈ മുഖ്യമന്ത്രിയെ മാറ്റിയിട്ടില്ല. അമിത്ഷാ അവിടെ ഏതാണ്ട് ചെന്ന് താമസിക്കുകയും അവിടെ വയലൻ്റ് ആയപ്പോൾ അദ്ദേഹം മഹാരാഷ്ട്രയിലെ പ്രചരണ പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഡൽഹിയിൽ ചെല്ലുകയും അവിടെ നിന്നുള്ള നടപടികൾ ഏകോപിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രമാത്രം ഇന്നെഫിഷ്യൻ്റ് ആണോ നമ്മുടെ സിസ്റ്റം? യഥാർത്ഥത്തിൽ ഈ കുക്കികളുള്ളത് ഇവിടെ മാത്രമാണോ? മിസോറാമിലുണ്ട്, മറ്റ് സ്റ്റേറ്റുകളിലുണ്ട്. ഇത്തരം സ്റ്റേറ്റുകളിലെല്ലാം ഈ കലാപം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാനിത് 1 കൊല്ലം മുമ്പേ പറഞ്ഞതാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിശയം. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ കാണുന്നൊരു വാർത്ത എന്ന് പറയുന്നത്, P. ചിദംബരം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ എന്താണ് അവിടെ ഓരോ വിഭാഗത്തിലുള്ളവർക്ക് ഓട്ടോണമസ് അധികാരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഏതോ ഒരു എക്സിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ആ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം ഓടി. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം മണിപ്പൂർ കോൺഗ്രസിലെ ആളുകളടക്കം അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തി. നിങ്ങൾ അറിയേണ്ട ഏറ്റവും അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ കുക്കികളെന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, മ്യാൻമറിലടക്കമുണ്ട്. മ്യാൻമർ എന്ന് പറഞ്ഞാൽ അയൽ രാജ്യമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവർക്ക് ആയുധങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തടയാൻ നമുക്ക് കഴിയണ്ടേ? ശരിയാണ്, ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകളുണ്ട്, താഴ്വരകളാണ്, പിന്നെ കൊടുങ്കാടുകളാണ്, ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം തന്നെ ഇത്രയും കാലം ഭരിച്ച ഗവൺമെൻറ്റുകൾ ഈ മണിപ്പൂരിനടക്കം ഡെവലപ്പ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നതിൻ്റെ പ്രതിഫലനമാണ്. ആ കാര്യത്തിലൊന്നും സംശയമില്ല, അത് കോൺഗ്രസിന് കൂടി കൈയൊഴിയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി തയ്യാറാവണ്ടേ? പണ്ട് മിസോറാമിലാണെന്നാണ് എൻ്റെ ഓർമ്മ, മറ്റേ കലാപം ഉണ്ടായപ്പോൾ അതിനെ അടിച്ചമർത്താനായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിനെ വിടേണ്ടി വന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധിക്ക്. അത് ചെയ്തിട്ടാണെങ്കിൽ പോലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവണ്ടേ? അല്ലാതെ ഞങ്ങളിത് ഇവിടെ മണിപ്പൂരിൽ ഇപ്പോൾ വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് BJP-യുടെ ഫോൾട്ടാണ്, ഇത് നരേന്ദ്രമോദിയുടെ കഴിവുകേടാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനു മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന ആൾ ഇത്രയും പേർ കൊല്ലപ്പെട്ടു, അവിടെ നിരവധി തവണ കലാപം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അതിനേക്കാൾ ഡെവലപ്പ് ചെയ്യാനായിട്ടാണല്ലോ കോൺഗ്രസിനെ മാറ്റിക്കൊണ്ട് BJP-യെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നരേന്ദ്രമോദി എന്തിനാണ് ഭയക്കുന്നത്? ലോകരാഷ്ട്രങ്ങളിൽ പോലും അവരുടെ പോലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നരേന്ദ്രമോദിക്ക് കേവലം 32 ലക്ഷം പേരുള്ള മണിപ്പൂരിലെ പാവപ്പെട്ടവൻ്റെ സങ്കടം കാണാൻ പറ്റാത്തത് എന്താണ്?
ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ ആ അച്ഛൻ കിടന്ന് പിതാവ് കിടന്ന് കരയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കില്ല. അത്രമാത്രം വികാരത്തോടുകൂടി അയാൾ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ. കാരണം അവർ ഈ സ്വന്തം ഭാര്യയും കൊച്ചും പോയിക്കൊണ്ടിരുന്ന ആംബുലൻസിന് നേരെയാണ് മറ്റേ മിസൈൽ വന്ന് പതിച്ചത്. ആ പയ്യനാണ് അത് കഴിഞ്ഞ് വെടിയേറ്റ് മരിച്ചത്. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ അവിടെ കഷ്ടത്തിലായി നിൽക്കുകയാണ്, കഴിക്കാൻ ഭക്ഷണമില്ലാതെ നിൽക്കുകയാണ്. നമ്മുടെ ഇവിടെ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള 2 MP മാർ, ഒന്ന് ഹൈബി ഈഡനും പിന്നെ നമ്മുടെ ഇടുക്കി MP, ഇവർ 2 പേരും കൂടി അവിടെ സന്ദർശിച്ചിരുന്നു നേരത്തെയുള്ള ഏറ്റവും ആദ്യത്തെ ഘട്ടങ്ങളിൽ. ഇപ്പോൾ അവിടെ സന്ദർശിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അങ്ങേയറ്റം പ്രശ്നബാധിതമായിട്ടുള്ളൊരു സംസ്ഥാനമായി മണിപ്പൂർ മാറിയിരിക്കുന്നു. ഇപ്പോഴും ഗവൺമെൻറ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ സംസ്ഥാനത്തെ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പോലീസുകാരും അർദ്ധസൈനിക വിഭാഗവും ഒക്കെയുള്ള ആളുകൾ സംരക്ഷണം കൊടുക്കാനെന്ന MLA മാരും മന്ത്രിമാരും പോലും അങ്ങനെ സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവിടെ നിൽക്കാൻ തയ്യാറാകാതെ ആ സ്റ്റേറ്റ് വിട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇനി കുക്കികൾ എന്ന് പറയുന്ന ഒരാളുകളെ ജനോസൈഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു വംശഹത്യ നടത്താൻ, അല്ലെങ്കിൽ അവരില്ലാതാകുന്ന ഒരു കാലം വരെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മെയ്തേകൾ ഇല്ലാതാകുന്ന കാലം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റും? വളരെ സാധാരണക്കാരായ, വളരെ കാട്ടിലൊക്കെ അധിവസിക്കുന്ന, വളരെ കൃഷി ചെയ്തും വളരെ ചെറിയ തോതിലും ജീവിക്കുന്ന, ഇവിടെ മലയാളികൾക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ജീവിത അവസ്ഥകളിലുള്ള ആളുകളെയാണ് ഞാൻ ഈ പറയുന്നത്. അതിലാകെ കുറച്ച് ഡെവലപ്പായിട്ടുള്ളത് ഇംഫാൽ താഴ്വര മാത്രമാണ്. ആ താഴ്വരയിലാണ് മെയ്തേകൾ കൂടുതലുള്ളത്. അവർക്ക് സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് അവർക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി മേടിക്കാനും താമസിക്കാനുള്ള അവകാശം കൊടുക്കണം. അതിനെപ്പോലും അവിടെ നിന്നുള്ള കുക്കി MLA മാർ വളരെ ഓപ്പണായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ഈ 10% വരുന്ന സ്ഥലത്ത് ഇംഫാൽ താഴ്വരയിൽ മാത്രമായിട്ട് ഇവർക്ക് ഒതുങ്ങിക്കൂടാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ശരിയാണ് എന്നുള്ളതാണ് പലരും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യ സൂപ്പറാകുന്നു, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ഇക്കണോമിയായി മാറുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ. ഇതിലെല്ലാത്തിലും നമുക്ക് അഭിമാനമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവിടെയുള്ള RSS സംഘപരിവാർ BJPക്കാർ പോലും ആലോചിക്കണം, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോകുന്നതെന്ന്. ചില ആളുകൾ ഇപ്പോഴും വന്നിരുന്ന് ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് അവിടെ നടക്കുന്നത് ഒരു ഹിന്ദു ക്രിസ്ത്യൻ യുദ്ധമല്ല. ആയിക്കോട്ടെ, വേണ്ടതേ, മരിക്കുന്നത് എന്തായാലും മനുഷ്യരാണല്ലോ. ഹിന്ദുവോ ക്രിസ്ത്യനോ Xോ Yയോ ബുദ്ധനോ ആരും ആയിക്കോട്ടെ, മരിക്കുന്നത് മനുഷ്യനാണല്ലോ. അവർ 60,000 പേർ അവിടെ ഡിസ്പ്ലേസ്ഡ് ആയി എന്ന് പറയുന്നത് അത് മനുഷ്യരാണല്ലോ. അവർ എങ്ങും സ്വന്തം വീടില്ലാതെ അലയുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്താണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത് എന്നുള്ളത് എന്നെ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ തന്നെ മോഹൻ ഭഗവത് എന്ന് പറയുന്ന സർസംഘചാലക് തന്നെ വന്ന് കൃത്യമായിട്ട് പറഞ്ഞു, വളരെ ഏറ്റവും അത്യാവശ്യമായി മണിപ്പൂരിൽ നമ്മൾ സമാധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കേൾക്കാത്തത് എന്താണ്? അതോ ഇത് നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതാണോ? എങ്കിൽ നിങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണം. നരേന്ദ്രമോദി പണ്ടൊരിക്കൽ പറഞ്ഞിരുന്നല്ലോ, നോട്ട് നിരോധനത്തിൻ്റെ സമയത്ത് അദ്ദേഹം കണ്ണുനീർ തുള്ളികൾ വീഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ എനിക്ക് കുറച്ച് സമയം തരും, അല്ലെങ്കിൽ ശിക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ഒന്ന് പ്രതികരിക്കണ്ടേ? അല്ലാതെ വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കുകയും അവിടെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉക്രൈൻ റഷ്യ യുദ്ധം നിർത്താൻ എനിക്ക് കഴിയുമെന്ന് പറയുകയും വേണമെങ്കിൽ ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. വലിയ തോതിൽ ഇന്ത്യക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കലാപവും അതിന് 18 മാസമായി നമുക്ക് നമ്മളെപ്പോലൊരു വലിയ രാജ്യത്തിന് അമർച്ച ചെയ്യാൻ പറ്റാത്തതും.